Hi everyone, I'm Steffi Sunny, librarian of Sacred Heart College, Chalakudi, and also one of the coordinators of Student Induction Program 2020. First of all, I would like to welcome you all to our college and also to the library. I know that because of this pandemic situation, we are not able to meet in person and you're having online classes and you're not able to come to the library physically, but I hope that soon the situation will end and we'll be able to meet. So today I'm here to give you an overview about our library, its resources and also the services. So let's begin the session. So before talking about our library, let's talk a little bit about reading habit. നിങ്ങൾ പലർക്കും നല്ലൊരു റീഡിംഗ് ഹാബിറ്റ് ഓൾറെഡി ഉണ്ടായിരിക്കും. മേ ബി സം ഓഫ് യു ഡോണ്ട് റിയലി ഹാവ് വൺ. ചിലപ്പം 10th 12th ഒക്കെ ആയിട്ട് ഭയങ്കര ബിസി ആയി പോയതുകൊണ്ടും വേറെ പല റീസൺസ് കൊണ്ടും നിങ്ങൾക്ക് അങ്ങനെ ഒരു ഹാബിറ്റ് ഡെവലപ്പ് ചെയ്യാൻ പറ്റാത്തതായിരിക്കും. ബട്ട് ഇൻ കേസ് ഇഫ് യു ഡോണ്ട് ഹാവ് സച്ച് എ ഹാബിറ്റ് ഓൾസോ യു ക്യാൻ സ്റ്റാർട്ട് ഫ്രം നൗ, ബിക്കോസ് ഡിഗ്രി ടൈമിൽ യു വിൽ ബി ഗെറ്റിംഗ് എ ലോട്ട് ഓഫ് ഫ്രീ ടൈം കമ്പയർഡ് ടു യുവർ സ്കൂൾ ടൈം. സോ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു നല്ലൊരു ഹാബിറ്റ് സ്റ്റാർട്ട് ചെയ്യാനുള്ളൊരു ബെസ്റ്റ് ടൈമാണ് യുവർ ഡിഗ്രി ടൈം. നമുക്ക് ലൈബ്രറിയിൽ വി ഹാവ് വെരി ഗുഡ് റിസോഴ്സസ് ആൻഡ് ഓൾസോ വി ഹാവ് വെരി ഗുഡ് ഇ റിസോഴ്സസ് ഓൺലൈൻ. സോ യു ക്യാൻ സ്റ്റാർട്ട് ദിസ് റീഡിംഗ് ഹാബിറ്റ് ഫ്രം നൗ. ഈ ഒരു റീഡിംഗ് ഹാബിറ്റ് നിങ്ങളുടെ ലൈഫിൽ ഇൻകൾക്കേറ്റ് ചെയ്യുന്നതിന് പല യൂസസ് ഉണ്ട്. സോ ലെറ്റ്സ് ലുക്ക് ഇൻ ടു സം ഓഫ് ദ യൂസസ് ആൻഡ് വൈ യു ഷുഡ് റീഡ്. ഫസ്റ്റ് ഓഫ് ഓൾ, ഇറ്റ് എക്സ്പോസസ് യുവർ സെൽഫ് ടു ന്യൂ തിങ്സ്. വി ഓൾ നോ ദാറ്റ് നമുക്ക് പലതിനെക്കുറിച്ചും ചെറിയൊരു എക്സ്പോഷറൊക്കെ ഉണ്ടായിരിക്കുള്ളൂ, പക്ഷെ അതിനെക്കുറിച്ച് നമ്മൾ വായിക്കുമ്പോഴായിരിക്കും കൂടുതൽ അതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ഇറ്റ് ഇംപ്രൂവ്സ് യുവർ അണ്ടർസ്റ്റാൻഡിങ്. പല കാര്യങ്ങളെക്കുറിച്ചും നമുക്കൊരു ബേസ് അല്ലെങ്കിൽ ഒരു ബേസിക് നോളജ് ഉണ്ടാവുമായിരിക്കും. ബട്ട് വെൻ യു റീഡ് അബൌട്ട് ഇറ്റ് യു വിൽ നോ മോർ അബൌട്ട് ഇറ്റ് ആൻഡ് യുവർ നോളജ് ഓൾസോ വിൽ ബി ഇൻക്രീസിങ്. ദെൻ ഇറ്റ് ഇംപ്രൂവ്സ് വൊക്കാബുലറി ആൻഡ് ഇറ്റ് ലീഡ്സ് ടു മോർ ഹൈലി ഡെവലപ്ഡ് ലാംഗ്വേജ് സ്കിൽസ്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും മലയാളത്തിൽ നല്ലൊരു ഫ്ലുവൻസി ഉണ്ടാവുമായിരിക്കും. ബട്ട് വെൻ ഇറ്റ് കംസ് ടു ഇംഗ്ലീഷ് മേ ബി സം ഓഫ് യു ആർ സ്ട്രഗ്ലിംഗ് വിത്ത് യുവർ ഇംഗ്ലീഷ്. സോ ഇംഗ്ലീഷ് ഡെവലപ്പ് ചെയ്യാനുള്ളൊരു ബെസ്റ്റ് ഐഡിയ എന്ന് പറയുന്നത് ഇസ് ടു സ്പീക്ക് ആൻഡ് ഓൾസോ ടു റീഡ് ദ ബുക്സ്. ബിക്കോസ് നിങ്ങൾ ബുക്സ് റീഡ് ചെയ്യുമ്പം യു വിൽ ഗെറ്റ് എ ലോട്ട് ഓഫ് ന്യൂ വേർഡ്സ് ആൻഡ് വൊക്കാബുലറി വിച്ച് യു ക്യാൻ യൂസ് ഇറ്റ് വൈൽ യു ആർ സ്പീക്കിംഗ്. So definitely reading will improve your language skills, not just English but also Malayalam. Next is it's an exercise for our brain. So നമുക്ക് എല്ലാവർക്കും അറിയാം ഫിസിക്കൽ എക്സസൈസ് നമ്മുടെ ബോഡിക്ക് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് ടു കീപ്പ് ഇറ്റ് ഫിറ്റ്. അതുപോലെ തന്നെ നമ്മുടെ ബ്രെയിനിനെ ആക്റ്റീവായിട്ടും ലൈവ്ലി ആയിട്ടും കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് റീഡിങ് എന്നുള്ളത് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് എക്സസൈസ് ആണ്. നെക്സ്റ്റ് ഇസ് ഇറ്റ് ഇംപ്രൂവ്സ് കോൺസെൻട്രേഷൻ ആൻഡ് ഓൾസോ ഇറ്റ് റിലാക്സസ് ദ ബോഡി ആൻഡ് കാംസ് ദ മൈൻഡ്. നമുക്ക് റീഡിങ് ഒരിക്കലും ഓൾവേസ് ഒരു ഇൻഫർമേഷന് വേണ്ടിയിട്ട് മാത്രമായിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. ബട്ട് സംടൈംസ് വി വിൽ യൂസ് ഇറ്റ് ഫോർ entertainment purposes and for relaxation purposes, for motivating ourselves. അങ്ങനെ റീഡിങ്ങിന് പല ഗുണങ്ങളും ഉണ്ട്. സോ ലെറ്റ്സ് സീ വാട്ട് ഷുഡ് യു റീഡ്. നിങ്ങളുടെ ഈ ഒരു ഏജിൽ, അതായത് ഈ ഒരു ഡിഗ്രി കാലഘട്ടത്തിൽ നിങ്ങൾ എന്തൊക്കെയാണ് വായിച്ച് തുടങ്ങേണ്ടത്? ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളുടെ സബ്ജക്റ്റ് ബുക്സ്, നിങ്ങളുടെ അക്കാഡമിക് റിലേറ്റഡ് ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്സ്, റെഫറൻസ് ബുക്സ്, അതൊക്കെയാണ് ഡെഫിനറ്റ്ലി ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കേണ്ടത്. ബിക്കോസ് ഇപ്പോൾ നിങ്ങൾ പഠിക്കുന്ന കാലം ആയതുകൊണ്ട് തന്നെ you should know more about your subject. Next thing is fiction. Fiction will include stories, novels, short stories, etc. So നമുക്ക് സബ്ജക്റ്റ് ബുക്സിൽ നിന്ന് ഇൻഫർമേഷൻ കിട്ടുന്നതിൻ്റെ കൂടെ തന്നെ ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് നമുക്ക് ഫിക്ഷൻ യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഫിക്ഷൻ വായിക്കാം. അതുപോലെ തന്നെ നോൺ ഫിക്ഷൻ പല ടൈപ്പ് ഉണ്ട്, ലൈക്ക് ഓട്ടോബയോഗ്രഫീസ്, സെൽഫ് ഹെൽപ്പ് ബുക്സ്, റിലീജിയസ് ബുക്സ്, എക്സെട്ര. സോ നിങ്ങൾക്ക് സബ്ജക്റ്റ് ബുക്സിൻ്റെ കൂടെ തന്നെ യു ക്യാൻ റീഡ് ഫിക്ഷൻ ആൻഡ് നോൺ ഫിക്ഷൻ ബുക്സ്. നെക്സ്റ്റ് ഇസ് കാരിയർ ബുക്സ്. സോ ദാറ്റ് ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് നിങ്ങളെല്ലാവരും ഒരു തേർഡ് ഇയർ ആകുമ്പോഴത്തേക്കും മെനി ഓഫ് യു വിൽ ബി റൈറ്റിംഗ് എ ലോട്ട് ഓഫ് കോമ്പറ്റേറ്റീവ് എക്സാംസ് ലൈക്ക് നെറ്റ് എക്സാം, ക്യാറ്റ് എക്സാംസ്, PSC, എക്സെട്ര. സോ നിങ്ങൾ ആ ഒരു ലാസ്റ്റ് മിനിറ്റിൽ അല്ലെങ്കിൽ ഒരു ലാസ്റ്റ് ഇയറിൽ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ ബി ഡിഫിക്കൽട്ട് ടു ക്ലിയർ ദോസ് എക്സാംസ്. ബട്ട് നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ തന്നെ ഇങ്ങനെ ഒരു കരിയർ ബുക്സിൻ്റെ ഒരു റീഡിങ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി വെരി ഹെൽപ്ഫുൾ ഫോർ യു, സോ ദാറ്റ് ബൈ ദ എൻഡ് ഓഫ് തേർഡ് ഇയർ യു ക്യാൻ ഈസിലി ക്ലിയർ ദോസ് എക്സാംസ് ആൻഡ് യു ക്യാൻ ഗെറ്റ് എ ജോബ് വെരി ഫാസ്റ്റ്. സോ നിങ്ങൾ ആരും ഇപ്പം നമ്മുടെ ലൈബ്രറി കണ്ടിട്ടുണ്ടാവില്ല. സോ ഐ ജസ്റ്റ് പുട്ട് സം ഫോട്ടോഗ്രാഫ്സ് ഓഫ് ദ ലൈബ്രറി സോ ദാറ്റ്
you will have an idea about how our library looks like. Basically നമ്മുടെ ലൈബ്രറിക്ക് രണ്ട് ഫ്ലോർസ് ആണുള്ളത്, ഗ്രൗണ്ട് ഫ്ലോർ ആൻഡ് ടോപ്പ് ഫ്ലോർ. I'll give you a small layout of the two floors. First of all, ഗ്രൗണ്ട് ഫ്ലോറിൽ നമുക്കൊരു ഗേറ്റ് രജിസ്റ്റർ ഉണ്ട്. അത് നിങ്ങൾ ലൈബ്രറിയിൽ വരുമ്പം ഓൾവേസ് യു ഷുഡ് ബ്രിങ് യുവർ ID cards വിത്ത് യു ആൻഡ് യു ഷുഡ് സ്കാൻ യുവർ ID cards അറ്റ് ദ ഗേറ്റ് രജിസ്റ്റർ. എങ്കിലേ നിങ്ങൾ ലൈബ്രറിയിൽ വന്നു എന്നുള്ളതിന് നമുക്കൊരു പ്രൂഫ് ഉണ്ടാവുള്ളൂ. ആൻഡ് അനദർ തിങ് ഇസ് ഇൻ്റർനെറ്റ് ബ്രൗസിങ്. നമ്മൾ നിങ്ങൾക്ക് ഇൻ്റർനെറ്റ് ബ്രൗസ് ചെയ്യാനുള്ള ഫെസിലിറ്റി ലൈബ്രറിയിൽ കൊടുക്കുന്നുണ്ട്. വി ഹാവ് 20 computers for you and you can use it for your academic purposes. The next one is newspaper stand. നമ്മൾ ലൈബ്രറിയിൽ 5 newspapers സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട്, 3 Malayalam and 2 English newspapers. So you can come to the library daily and read those newspapers. Then we have periodicals and journal section. അതും ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെയാണ്. We have good magazines and journals of different subjects. Then we have a new arrivals display. New arrivals display നമ്മൾ പുതിയതായിട്ടുള്ള ബുക്സ് മേടിക്കുമ്പം we will be displaying it in the new arrivals stand for a week so that you will get to know that we have purchased these books and നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ you can issue those books. Then we have the reference section which will have encyclopedias, dictionaries, etc. especially for your reference purposes. Then as I said, we will have the career books there. പല career examsന് വേണ്ടിയിട്ടുള്ള ബുക്സും നമുക്ക് അവൈലബിൾ ആണ്. And we have a very big reading hall where you can read those books. In the first floor, first thing is you have the issue and return counter. That is the circulation counter. നിങ്ങളൊരു ബുക്ക് എടുത്തിട്ട് അത് ഇഷ്യൂ ചെയ്യാനും റിട്ടേൺ ചെയ്യാനും വരേണ്ടത് ഫസ്റ്റ് ഫ്ലോറിലാണ്. അതുപോലെ തന്നെ അവിടെയും നമുക്കൊരു ചെറിയ റീഡിംഗ് ഹാൾ ഉണ്ട്. ആൻഡ് ഓൾ ദ ബുക്ക് ഷെൽഫ്സ് ആർ ഇൻ ദ ഫസ്റ്റ് ഫ്ലോർ. എല്ലാ സബ്ജക്ട്സിനുള്ള ബുക്ക് ഷെൽഫ്സ് നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലാണ് വെച്ചിരിക്കുന്നത്. പിന്നെ പഴയ കോളേജ് മാഗസിൻസും പഴയ ന്യൂസ് പേപ്പേഴ്സും അതുപോലെ തന്നെ പഴയ പീരിയോഡിക്കൽസ് നമ്മൾ ബൗണ്ട് വോള്യൂംസ് ആയിട്ട് ഫസ്റ്റ് ഫ്ലോറിൽ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യത്തിന് റെഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ റെഫർ ഇറ്റ് ഫ്രം ദ ലൈബ്രറി. Then we have old question papers there and we have kept it in a bound form so that you can check it during your exams. We have map collection and also we have an area where you can take photo stats. Coming into the rules, the timing of library is from 8 AM to 5 PM. So ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ലൈബ്രറിയിൽ വരാം. You can come and read the books, you can issue and return the books. And for the first years നിങ്ങൾക്ക് 3 ലൈബ്രറി കാർഡ്സ് ആയിരിക്കും തരിക. അതിൽ 2 ഗ്രീൻ കാർഡും 1 റെഡ് കാർഡുമായിരിക്കും. ഗ്രീൻ കാർഡ്സ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സബ്ജക്റ്റ് ബുക്സും ജനറൽ ആയിട്ടുള്ള ബുക്സും ഇഷ്യൂ ചെയ്യാൻ പറ്റും. റെഡ് കാർഡ്സ് സ്പെസിഫിക്കലി നിങ്ങളുടെ നോവൽസ് ആൻഡ് ഷോർട്ട് സ്റ്റോറീസ്, ഫിക്ഷൻ, അതൊക്കെ അങ്ങനത്തെ ബുക്സ് ഇഷ്യൂ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് റെഡ് കാർഡ് തരുന്നത്. ഇഷ്യൂ ടൈം എന്ന് പറയുന്നത് രാവിലെ 8 മണി മുതൽ വൈകിട്ട് 3:30 വരെയാണ്. സോ ഈ സമയത്ത് എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് വന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബുക്സ് ഇഷ്യൂ ചെയ്യാം. നെക്സ്റ്റ് ഇസ് റിട്ടേൺ. റിട്ടേൺ ചെയ്യാനും നിങ്ങൾക്ക് 8 o'clock to 1 o'clock ടൈമുണ്ട്. സോ ആ ടൈമിൽ എപ്പോൾ വേണമെങ്കിലും വന്നിട്ട് നിങ്ങൾക്ക് ബുക്സ് റിട്ടേൺ ചെയ്യാം. ആൻഡ് ഇതൊക്കെ മൺഡേ ടു ഫ്രൈഡേ ആണ് അവൈലബിൾ ആയിട്ടുണ്ടാവുക. ആൻഡ് വൺസ് യു ഇഷ്യൂ എ ബുക്ക് യു വിൽ ഗെറ്റ് ദ ബുക്ക് ഫോർ 2 weeks. 14 days ആണ് നിങ്ങളുടെ ഹോൾഡിംഗ് ടൈം എന്ന് പറയുന്നത്. ആഫ്റ്റർ 14 days നിങ്ങൾ ബുക്ക് ലൈബ്രറിയിൽ റിട്ടേൺ ചെയ്യണം. നമ്മൾ ബുക്ക് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ഒരു ഡ്യൂ ഡേറ്റ് ബുക്കിൽ നമ്മൾ സ്റ്റാമ്പ് ചെയ്ത് തരും. സോ യു വിൽ നോ വെൻ ഇസ് യുവർ ഡ്യൂ ഡേറ്റ്. ആൻഡ് ഇൻ കേസ് നിങ്ങൾക്ക് ഡ്യൂ ഡേറ്റിൽ തരാൻ പറ്റിയില്ല എങ്കിൽ പെർ ഡേ നമുക്ക് 1 rupee ഫൈൻ ഉണ്ട്. സോ യു വിൽ ഹാവ് ടു പേ ദ ഫൈൻ ഓൾസോ വെൻ യു റിട്ടേൺ ദ ബുക്ക്. And timing for internet access is from 9 AM to 4 PM. As I said, it's only for academic purposes, for your assignments, projects, etc. Then some general rules. ഇതൊക്കെ നിങ്ങൾ ലൈബ്രറിയിൽ വരുമ്പോൾ കുറച്ചുകൂടെ ഫെമിലിയർ ആവും. ബട്ട് സ്റ്റിൽ ഐ എം സേയിങ് ഇറ്റ് സോ ദാറ്റ് യു വിൽ ഹാവ് എൻ ഐഡിയ. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ലൈബ്രറിയിൽ എൻ്റർ ചെയ്യുമ്പോൾ യു ഷുഡ് നോട്ട് ബ്രിങ് എനി ഓഫ് യുവർ പേഴ്സണൽ ബിലോങ്ങിങ്സ് ഇൻസൈഡ് ദ ലൈബ്രറി. എവറിത്തിങ് ഷുഡ് ബി കെപ്റ്റ് ഔട്ട്സൈഡ്. Then you should bring only a paper and pen if needed. And you will not have permission to enter the library without your identity card. And also you have to scan your ID card at the entrance. And as you know, library you have to be silent and you should not disturb others because others will be reading.
ദെൻ വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറയുന്നത് ഇസ് അബൌട്ട് ഹൗ യു ഹാൻഡിൽ യുവർ ബുക്സ്. നിങ്ങൾക്ക് ഇഷ്യൂ ചെയ്യുന്ന ബുക്സ് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. സോ അത് നിങ്ങൾ വളരെ നന്നായിട്ട് ഹാൻഡിൽ ചെയ്യണം. യു ഷുഡ് നോട്ട് tear pages, or you should not write anything in the books or damage it in any way. കാരണം നമ്മൾ റിട്ടേൺ ചെയ്യുമ്പം വിൽ ചെക്ക് ദ ബുക്ക് വെദർ ഇഫ് ഇറ്റ്സ് ഇൻ പെർഫെക്റ്റ് കണ്ടീഷൻ, ആൻഡ് ഇഫ് എനിത്തിങ് ഇസ് ഡാമേജ്ഡ് യു വിൽ ബി റെസ്പോൺസിബിൾ ഫോർ ദാറ്റ്. അതുപോലെ തന്നെ നമ്മുടെ റെഫറൻസ് ബുക്സ്, ആസ് ഐ സെഡ്, എൻസൈക്ലോപീഡിയാസ്, ഇയർ ബുക്സ് എക്സെട്ര, അതൊക്കെ റെഫറൻസിന് മാത്രമുള്ളതാണ്. അത് നമുക്ക് ഇഷ്യൂ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് ലൈബ്രറിയിൽ വന്നിട്ട് റെഫർ ചെയ്യാവുന്നതാണ്. സോ നോ ഡിസ്കഷൻ, നോ കമ്പൈൻഡ് വർക്ക് ഇസ് അലൗഡ് ഇൻ ദ ലൈബ്രറി ദാറ്റ് യു ക്യാൻ ഡു ഇൻ യുവർ ക്ലാസ് റൂം. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് തന്നിരിക്കുന്ന 3 ലൈബ്രറി കാർഡ്സ് എന്ന് പറയുന്നത് അത് നിങ്ങളുടേതാണ്. യു ഷുഡ് നോട്ട് ലെൻഡ് ഇറ്റ് ടു അതർ പീപ്പിൾ, ബിക്കോസ് അവർ അതിലൊരു ബുക്ക് എടുത്തിട്ട് അത് ഇൻ കേസ് കളഞ്ഞു പോയി കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി യുവർ റെസ്പോൺസിബിലിറ്റി. സോ everybody will be getting 3 cards, so use your card by yourself, do not give it to anybody. So coming to our library resources, നമ്മുടെ ലൈബ്രറിയിൽ മെയിൻലി പ്രിൻറ്റ് റിസോഴ്സസും ഉണ്ട്, ഇ റിസോഴ്സസ് ഓർ ഓൺലൈൻ റിസോഴ്സസും അവൈലബിൾ ആണ്. ആൻഡ് അതർ ദാൻ ദാറ്റ് വി ഹാവ് ന്യൂസ് പേപ്പേഴ്സ് ആൻഡ് പീരിയോഡിക്കൽസ്. പ്രിൻറ്റ് റിസോഴ്സസിൽ നമുക്ക് മെയിനായിട്ട് റെഫറൻസ് ബുക്സ് ഉണ്ട്. ദെൻ വി ഹാവ് ദ സബ്ജക്റ്റ് ബുക്സ്, നമുക്ക് എല്ലാ സബ്ജക്റ്റിലുമുള്ള ബുക്സ് അവൈലബിൾ ആണ്. പിന്നെ ജനറൽ ആയിട്ടുള്ള ബുക്സ്, ഫിക്ഷൻ, നോൺ ഫിക്ഷൻ അവൈലബിൾ ആണ്. ആൻഡ് മെയിൻലി 3 ലാംഗ്വേജസിൻ്റെ ബുക്സാണ് നമുക്കിപ്പം അവൈലബിൾ, വിച്ച് ഇസ് മലയാളം, ഹിന്ദി ആൻഡ് ഇംഗ്ലീഷ് ബുക്സ്. All these 3 languages are kept separately so that you can search easily. So ലൈബ്രറിയിൽ നിങ്ങൾ ഫിസിക്കലി വരുമ്പോൾ ബുക്ക് എങ്ങനെ സെർച്ച് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം. One thing is either you can directly go to the shelf and select the book. So if you do not have an idea, a particular idea about which book you want, നിങ്ങൾക്ക് ഷെൽഫിലേക്ക് ഡയറക്റ്റ്ലി പോവാം. എല്ലാ ഷെൽഫിലും ഷെൽഫിൽ ഏത് സബ്ജക്റ്റ് ആണെന്നുള്ളത് എഴുതിയിട്ടുണ്ടാവും. സോ യു ക്യാൻ ജസ്റ്റ് ഗോ ടു ദ ഷെൽഫ് ആൻഡ് യു ക്യാൻ സീ ഏതൊക്കെ ബുക്സ് അവൈലബിൾ ആണ് ആ സബ്ജക്റ്റിൽ എന്നത്. അതല്ല നിങ്ങളിപ്പോൾ ഒരു പെർട്ടിക്കുലർ ബുക്കാണ് സെർച്ച് ചെയ്യുന്നതെങ്കിൽ യു ക്യാൻ ഗോ ടു ലൈബ്രറി ഒപാക്ക്. ഒപാക്ക് എന്ന് പറയുന്നത് ഒരു 3 കമ്പ്യൂട്ടേഴ്സ് ലൈബ്രറിയിൽ വെച്ചിട്ടുണ്ട് നിയർ ദ സർക്കുലേഷൻ കൗണ്ടർ. അവിടെ പോയി കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഒപാക്ക് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. ദാറ്റ് യു ക്യാൻ ആസ്ക് ദ ലൈബ്രറി സ്റ്റാഫ് ദെയർ, ദേ വിൽ ഹെൽപ്പ് യു ഔട്ട്. സോ ഒപാക്കിൽ പോയിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ബുക്കിൻ്റെ പേരോ അല്ലെങ്കിൽ ഓഥറോ അല്ലെങ്കിൽ എന്തെങ്കിലും സബ്ജക്റ്റോ വെച്ചിട്ട് നിങ്ങൾക്ക് സെർച്ച് ചെയ്യാം. ആൻഡ് യു വിൽ ഫൈൻഡ് വെദർ ദ ബുക്ക് ഇസ് അവൈലബിൾ ഓർ നോട്ട്. ആൻഡ് ബുക്സ് ആർ അറേഞ്ച്ഡ് ഇൻ DDC നമ്പർ. സോ എങ്ങനെയാണ് ഒരു ഷെൽഫിൽ പോയിട്ട് ബുക്ക് കണ്ടുപിടിക്കേണ്ടതെന്നുള്ളതൊക്കെ നിങ്ങൾ ലൈബ്രറിയിൽ വരുമ്പോൾ യു വിൽ ഗെറ്റ് യൂസ് ടു ഇറ്റ്. ഓർ if you have any doubts you can ask the library staff. We are very happy to help you. And then issue and return is also in the first floor. നിങ്ങൾക്കൊരു ബുക്ക് കണ്ട് നിങ്ങൾക്കത് വേണമെന്നുണ്ടെങ്കിൽ you can bring it to the issue counter with your ID card and library card and it will be issued to you. Next one is e-resources. So ഇപ്പോഴത്തെ ഒരു പാൻഡമിക് സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ഫിസിക്കലി ലൈബ്രറിയിൽ വന്നിട്ട് ബുക്സ് എടുക്കാൻ പറ്റില്ല. സോ നിങ്ങളുടെ മെയിൻ ആയിട്ടുള്ളൊരു റിസോഴ്സ് എന്ന് പറയുന്നത് ഈ റിസോഴ്സസ് ആണ്. ഈ റിസോഴ്സസിൽ നമുക്ക് മെയിൻ ആയിട്ടുള്ള സോഴ്സാണ് UGC Enlist. നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുന്നൊരു കൺസോർഷ്യമാണ്. UGC Enlistലൂടെ എല്ലാ ഡിസിപ്ലിൻസ്, അതായത് പ്യുവർ സയൻസ്, സോഷ്യൽ സയൻസ്, ഹ്യൂമാനിറ്റീസ്, ലാംഗ്വേജ്, അങ്ങനെ എല്ലാ സബ്ജക്ട്സിലുമുള്ള മെറ്റീരിയൽസ് നമുക്ക് അവൈലബിൾ ആണ്. സോ ഇത് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ഗൂഗിളിൽ പോയിട്ട് എൻലിസ്റ്റ് എന്ന് ടൈപ്പ് ചെയ്യുക. ആൻഡ് വെൻ യു ക്ലിക്ക് ഓൺ ടു ദ എൻലിസ്റ്റ് വെബ്സൈറ്റ് യു ക്യാൻ സീ ലൈക്ക് ദിസ്. അതിൽ റൈറ്റ് സൈഡിൽ മെമ്പേഴ്സ് ലോഗിൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അവിടെ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഒരു ലോഗിൻ ID ആൻഡ് പാസ്വേഡ് ഉണ്ടാവും. അത് വെച്ചിട്ട് യു ക്യാൻ ലോഗിൻ ആൻഡ് യു ക്യാൻ സീ ദ നമ്പർ ഓഫ് റിസോഴ്സസ് അവൈലബിൾ ആൻഡ് യു ക്യാൻ ബ്രൗസ് ത്രൂ ദോസ് റിസോഴ്സസ് ആൻഡ് ഫൈൻഡ് ദ things which you are searching for. So as degree students എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിനും തൽക്കാലത്തേക്ക് ഞാൻ ഒരു യൂസർ നെയിം പാസ്വേഡ് വീതം ഓരോ ഡിപ്പാർട്ട്മെൻറ്റിന് ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ ഫസ്റ്റ് ഇയർ ടീച്ചേഴ്സിൻ്റെ അടുത്ത് കൊടുക്കാം. ഇൻ കേസ് നിങ്ങൾക്ക് ഇൻഡിവിജ്വൽ യൂസർ നെയിം പാസ്വേഡ് വേണം ഫോർ സെർച്ചിങ് എൻലിസ്റ്റ് എന്നുണ്ടെങ്കിൽ യു ക്യാൻ കോൺടാക്ട് മീ ഓർ യു ക്യാൻ കോൺടാക്ട് യുവർ ഫസ്റ്റ് ഇയർ ടീച്ചർ സോ ദാറ്റ് ഐ ക്യാൻ ക്രിയേറ്റ് ഇൻഡിവിജ്വൽ യൂസർ നെയിം ആൻഡ് പാസ്വേഡ് ഫോർ യു. സോ അതർ ദാൻ ദാറ്റ് നിങ്ങൾക്കിപ്പോൾ തൽക്കാലത്തേക്ക് നിങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ് യൂസർ നെയിം പാസ്വേഡ് വെച്ചിട്ട് ആക്സസ് ചെയ്യാവുന്നതാണ്. I'll show you an example on how to search an Enlist. As I said, Enlistൽ ധാരാളം സോഴ്സസ് അവൈലബിൾ ആണ്, such as
JSTOR, EBSCOhost, eBrary, etc. ചില സോഴ്സസ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ദാറ്റ് ഇറ്റ്സ് ഫോർ എ പെർട്ടിക്കുലർ സബ്ജക്ട് സച്ച് ആസ് അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്സ്, ബട്ട് സം ഓഫ് ദം ആർ ഫോർ കോമൺ, ലൈക്ക് ഇറ്റ്സ് അവൈലബിൾ, it's common for all the subjects. One of such resources is EBSCOhost. So EBSCOhostൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വിൽ ഗെറ്റ് എ സെർച്ച് ബാർ. ഫോർ എക്സാമ്പിൾ നമുക്കൊരു ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിനെ കുറച്ച് ആർട്ടിക്കിൾസ് വേണം. അങ്ങനെയാണെങ്കിൽ we have to go and type global warming in the search bar, and then you can see the number of results. Around 21,000 results ആണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. Okay, and if you want to limit the resources, like for example നിങ്ങൾക്കൊരു 2000-നും 2020-ക്കും ഇടയിൽ പബ്ലിഷ് ചെയ്തിട്ടുള്ള റിസോഴ്സസ് മാത്രമേ വേണ്ടൂ, അതല്ല ഇഫ് യു വോണ്ട് ഓൺലി ജേർണൽ ആർട്ടിക്കിൾസ് ഓർ ഇഫ് യു വോണ്ട് ഓൺലി ബുക്സ്, അതൊക്കെ നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഒരു ലിമിറ്റിംഗ് ഓപ്ഷനിൽ പോയിട്ട് ലിമിറ്റ് ചെയ്യാവുന്നതാണ്. സോ ദിസ് ഇസ് വൺ എക്സാമ്പിൾ ഓഫ് ഹൗ ടു സെർച്ച് ഇൻ എൻലിസ്റ്റ്. സോ എൻലിസ്റ്റിൽ ധാരാളം സോഴ്സസ് ഉണ്ട്. യു ക്യാൻ ഗോ ആൻഡ് ചെക്ക് ദറ്റ് ഔട്ട്. ദെൻ വി ഹാവ് എ ലൈബ്രറി വെബ്സൈറ്റ് അഡ്രസ്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. വെബ്സൈറ്റിലും നമുക്ക് ധാരാളം ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ലൈബ്രറിനെ കുറിച്ച്. UGC എൻലിസ്റ്റിൻ്റെയും നാഷണൽ ഡിജിറ്റൽ ലൈബ്രറി ഓഫ് ഇന്ത്യ, മൂക്സ് തുടങ്ങിയ കോളേജ് വെബ്സൈറ്റ് തുടങ്ങിയ ലിങ്ക്സ് ഒക്കെ നമ്മൾ ലൈബ്രറി വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ലൈബ്രറി എന്തെങ്കിലും പ്രോഗ്രാംസോ ഇവൻറ്റ്സോ കണ്ടക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസും നിങ്ങൾക്ക് ലൈബ്രറി വെബ്സൈറ്റിൽ അവൈലബിൾ ആയിരിക്കും. ഓൾസോ നമുക്ക് ലൈബ്രറി വെബ്സൈറ്റിൽ ഒരു റിസോഴ്സസ് എന്ന് പറഞ്ഞ സെക്ഷനിൽ ഓപ്പൺ ആക്സസ് ആയിട്ട്, അതായത് ഫ്രീ ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള ധാരാളം റിസോഴ്സസിൻ്റെ ലിങ്ക്സ് കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ടൈം കിട്ടുമ്പോൾ യു ക്യാൻ ഗോ ടു ദ ലൈബ്രറി വെബ്സൈറ്റ് ആൻഡ് ചെക്ക് ദോസ് റിസോഴ്സസ്. ഇറ്റ് വിൽ ബി വെരി യൂസ്ഫുൾ ഫോർ യു. ദെൻ വി ഹാവ് എ റീഡേഴ്സ് ഫോറം എന്ന് പറയുന്നത് നമ്മുടെ കോളേജിലെ സെലക്റ്റഡ് സ്റ്റുഡൻസിൻ്റെ ഒരു ഗ്രൂപ്പാണ്. So if you're interested to join in Readers Forum, once you come to the library, you can contact me. നമ്മൾ once a week ഒരു മീറ്റിംഗ് വെക്കും, and we'll be having some discussion on several books and other matters, and once a month we'll be conducting some programs and competitions, so you can participate in them. And also we have 2 competitions per month. One is Reader of the Month and one is Book Review of the Month. റീഡർ ഓഫ് ദ മന്ത് എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈബ്രറിയിൽ, അതായത് നമ്മുടെ ലൈബ്രറിയിൽ ഏറ്റവും കൂടുതൽ വരുന്ന ഒരു സ്റ്റുഡൻറ്റിന് നമ്മൾ എല്ലാ മാസവും ഒരു പ്രൈസ് കൊടുക്കും. സോ യു ഹാവ് ടു സ്കാൻ യുവർ ID card അറ്റ് ദ എൻട്രൻസ്. അങ്ങനെയാണെങ്കിൽ വിൽ ഗെറ്റ് ടു നോ ദറ്റ് യു ഹവ് കം ടു ദ ലൈബ്രറി. സോ ബുക്ക് റിവ്യൂ ഓഫ് ദ മന്ത് ഇസ് വെൻ യു റീഡ് എ ബുക്ക് ആൻഡ് യു ക്യാൻ റൈറ്റ് എ റിവ്യൂ ഓഫ് ദ ബുക്ക് ആൻഡ് പുട്ട് ഇറ്റ് ഇൻ എ ബോക്സ് പ്രൊവൈഡഡ് ഇൻ ദ ലൈബ്രറി. So we'll check those reviews, and best reviewന് നമ്മളൊരു പ്രൈസ് കൊടുക്കുന്നതായിരിക്കും. Then regarding your membership and ID cards, that we'll tell you in person when you come to the library. So we also have a Facebook page that is at Library SHC. അതിലും നമുക്ക് ലൈബ്രറിയുടെ അപ്ഡേറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. Then coming to some of the e-books which are available for free. So as you know that ഇപ്പോൾ നിങ്ങൾക്ക് ഫിസിക്കലി ലൈബ്രറി വരാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പല നോവൽസും അല്ലെങ്കിൽ ഫിക്ഷൻ ഓർ നോൺ ഫിക്ഷനൊക്കെ വായിക്കണമെങ്കിൽ ഓൺലൈൻ റിസോഴ്സസ്, ഫ്രീ ആയിട്ടുള്ള ഓൺലൈൻ റിസോഴ്സസ് അവൈലബിൾ ആണ്. സച്ച് ആസ് പ്രോജക്റ്റ് ഗുട്ടൻബർഗ് ഇസ് വൺ സച്ച് റിസോഴ്സ്. അതിൽ ധാരാളം ബുക്സ് ഡിജിറ്റൈസ് ചെയ്തിട്ടുണ്ട്, സോ ദാറ്റ് യു ക്യാൻ റീഡ് ഇൻ യുവർ കമ്പ്യൂട്ടർ ഓർ ഇൻ യുവർ മൊബൈൽ ഫോൺസ്. Another is Google Books. Then we have National Digital Library of India, which is an initiative of MHRD. അതിലും നിങ്ങൾക്ക് ധാരാളം റിസോഴ്സസ് അവൈലബിൾ ആണ്. Then mobile apps, you have Google Play Books, and also you have Kindle. Kindle is basically subscription based, but they also have some free books available, and they also give some promotional offers also. So if you're interested, you can read from all these sources. Then as we know that നമ്മളിപ്പം ഒരു പാൻഡമിക് സിറ്റുവേഷനിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ധാരാളം ഓൺലൈൻ കോഴ്സസ് ഇപ്പം വരുന്നുണ്ട്, ആൻഡ് അതിൻ്റെയൊക്കെ ഇമ്പോർട്ടൻസ് വളരെയധികം കൂടിയിട്ടുമുണ്ട്. സോ നിങ്ങൾക്ക് ഇപ്പം കോളേജിൽ റെഗുലറായിട്ട് വരാത്തതുകൊണ്ട് യു വിൽ ബി ഗെറ്റിംഗ് എ ലിറ്റിൽ മോർ ഫ്രീ ടൈം. സോ ഇറ്റ്സ് ദ ബെസ്റ്റ് ടൈം ദാറ്റ് യു ക്യാൻ സ്റ്റാർട്ട് ഡൂയിങ് ദീസ് കോഴ്സസ് ആൻഡ് സ്റ്റാർട്ട് ഗെറ്റിംഗ് സർട്ടിഫിക്കറ്റ്സ്. ബിക്കോസ് വൺസ് നിങ്ങൾ ഗ്രാജുവേറ്റ് ചെയ്യുമ്പം യു വിൽ ഗെറ്റ് യുവർ ഡിഗ്രി സർട്ടിഫിക്കറ്റ്, ആൻഡ് യു വിൽ ഓൾസോ ഹാവ് ദിസ് അഡീഷണൽ സർട്ടിഫിക്കറ്റ്സ്. ഇതൊക്കെ നിങ്ങളുടെ ഭാവിയിലുള്ള ഇൻ്റർവ്യൂവിന് പോകുമ്പോഴും ജോബിന് പോകുമ്പോഴും വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. അങ്ങനെ ഓൺലൈൻ കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്ന കുറച്ച് പ്ലാറ്റ്ഫോംസിൻ്റെ പേര് ഞാൻ പറയാം. സോ യു ക്യാൻ
go and check this out, and if you find any interesting courses in them, you can join and you can get certificates. Most of them are free. Some of them are fee based also, but they also provide some free courses. First thing is Swayam. Swayam ഒരു വളരെ പോപ്പുലർ പ്ലാറ്റ്ഫോമാണ്. ഇറ്റ്സ് ബൈ ഇന്ത്യൻ ഗവൺമെൻറ്. സോ സ്വയം എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് ഇന്ത്യയിലെ ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്നുള്ള ക്ലാസ്സസ് കിട്ടും. കോഴ്സസ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. യു ക്യാൻ ഗെറ്റ് കോഴ്സസ് ഫ്രം IIT, IIMs and national coordinators like UGC, CEC, NCERT, NPTEL, etc. സോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഴ്സ് അതിൽ പോയി സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഓൺലൈൻ ക്ലാസ്സസ് ആയിരിക്കും, ആൻഡ് ദെൽ ബി ഓൺലൈൻ അസൈൻമെൻറ്റ്സ്, and also there'll be an examination, and if you want the certificate you will have to pay a little fee, but other than that it's completely free. So Swayam is one of the best platforms because the certificates are also very valid. Then coming to Google courses, even Google and Microsoft are providing some free courses to people, so you can check that out if you're interested. അതുപോലെ തന്നെ Coursera, edX, Udemy ഒക്കെ ഇവരൊക്കെ ഓരോ ഇതുപോലത്തെ പ്ലാറ്റ്ഫോംസ് ആണ്. അവരൊക്കെ ബേസിക്കലി ഫീ ബേസ്ഡ് ആയിട്ടുള്ള കോഴ്സാണ് കൊടുക്കുന്നത്. ബട്ട് ഈ ഒരു പാൻഡമിക് സിറ്റുവേഷൻ, ഈ പാൻഡമിക് ടൈമിൽ ദേ ഹാവ് മെയ്ഡ് എ ലോട്ട് ഓഫ് ദെയർ കോഴ്സസ് ഫ്രീ, സോ യു ക്യാൻ ചെക്ക് ദം ഔട്ട്, ആൻഡ് ഇഫ് യു ആർ ഫൈൻഡിങ് എനിത്തിങ് ഇൻട്രസ്റ്റിംഗ് you can join in those courses. Then Oxford University is also providing many free courses. So അപ്പം അങ്ങനെ ധാരാളം free courses നിങ്ങൾക്ക് അവൈലബിൾ ആണ്. So without wasting time, try and join in any of those courses so that at the end of your third year you will have extra courses and extra certificates with you, which will be helpful for you in your future job. So that's all about it. So we've come to an end of the session. I hope that all of you have got an idea about our library, and if you have any more doubts you can contact me directly or through your class teachers. So till we meet again, stay happy, stay safe. Bye.